ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മുളക് വെള്ള അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഏകദേശം 20 പച്ചമുളകോളം എടുത്തിട്ടുണ്ട്. പച്ചമുളക് തന്നെ വേണമെന്നില്ല, കാന്താരി മുളക് ആയാലും മതി. ഇനി ഇതിൻ്റെ ഞെട്ടിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുളക് വിടന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് വാളൻപുളിയാണ്. അപ്പോൾ അത് അത്യാവശ്യം കൂടുതൽ തന്നെ നമ്മൾ എടുക്കണം. ഏകദേശം 2 നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിക്കഷ്ണം വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഇത്രയും അളവിലാണ് ഉള്ളത്. ഇനി നമുക്കിത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെക്കാം. ഇത് പെട്ടെന്ന് കുതിർന്ന് കിട്ടാനോ പുളിവെള്ളത്തിന് കുറച്ചുകൂടി കട്ടി ഉണ്ടാകാനും വേണ്ടിയിട്ടാണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് 8-10 അല്ലി വെളുത്തുള്ളി എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി 2 തണ്ട് കറിവേപ്പില കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അച്ചാർ തയ്യാറാക്കുമ്പോൾ നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് കേടാവാതിരിക്കുകയും ചെയ്യും. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടെ. ഉലുവയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വരണം. ഇതിപ്പോൾ നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കരുത്. ഇതിൻ്റെ കളറൊക്കെ മാറുമ്പോൾ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒക്കെ മാറിപ്പോവും. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ലോ ഫ്ലെയിമിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നുകൂടി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന പുളി പിഴിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുളക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. അച്ചാർ ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഉപ്പ് വേണ്ടി വരും. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ അളവ് കൂടി പോവരുത്. കൂടി കഴിഞ്ഞാൽ വെള്ളയച്ചാറൊക്കെ മഞ്ഞ കളറായി പോവും. അതുകൊണ്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തു നിന്ന് എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതിൽ ചേർത്ത എല്ലാ സാധനങ്ങളും ഒന്ന് ചേർക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. ഏതെങ്കിലും ഒരു സാധനം ഒഴിവാക്കിയിട്ടൊന്നും ഇത് ഉണ്ടാക്കരുത്. എല്ലാ സാധനവും ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതിലേക്ക് ഒരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ചെറിയൊരു പീസ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ശർക്കര നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ. ലോ ഫ്ലെയിം ഇട്ടിട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെയെന്നുണ്ടെങ്കിൽ ഈ അച്ചാറിന് ഒരുപാട് എരിവോ ഒരുപാട് പുളിയോ ഒന്നുമില്ല. നമ്മൾ മുളകച്ചാർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എരിവാണെന്നൊക്കെ വിചാരിക്കുക. അത്രയൊന്നും എരിവില്ല. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മുളക് വെള്ളയച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഞ്ഞിയുടെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി വീണ്ടും കാണാം.